ദൈവത്തിന്റെ കത്ത്. ഒരു സുഹൃത്താണ് പോൾ കലാനിധി എഴുതിയ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന പുസ്തകം വായിക്കാൻ നിർദ്ദേശിച്ചത്. അദ്ദേഹം ഇന്ത്യയിൽ വേരുകളുള്ള അമേരിക്കൻ ഡോക്ടറായിരുന്നു. പ്രസിദ്ധനായ ഒരു ന്യൂറോ സർജൻ. സാഹിത്യവും തത്വചിന്തയും ന്യൂറോളജിയും ഒന്നിച്ചു പഠിച്ച അയാൾ കരിയറിന്റെ ഉയരങ്ങളിലേക്ക് കുതിക്കവെയാണ് അയാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. തനിക്ക് ഇനി അല്പകാലം മാത്രമേ ഈ സുന്ദരമായ ഭൂമിയിൽ ശേഷിച്ചിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. എങ്ങനെ ഒരുവന്റെ ജന്മം ശ്രേഷ്ഠമായി ജീവിച്ചു തീർക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനം കടഞ്ഞു മാത്രം വായിച്ചു തീർക്കാൻ സാധിക്കുന്നത്. പോൾ കലാനിധി കഴിഞ്ഞ വർഷം മാർച്ചിൽ അദ്ദേഹത്തിന്റെ 37-ാം വയസ്സിൽ മരിച്ചു. ആ പുസ്തകം വായിച്ചപ്പോഴാണ് ജീവിതത്തിലെ സമയത്തെക്കുറിച്ച് ഞാൻ ബോധവാനായത്. എത്ര കുറച്ച് സമയം മാത്രമേ നമുക്ക് ദൈവം ഇവിടെ തന്നിട്ടുള്ളൂ. അതാലോചിക്കുമ്പോൾ സങ്കടം വരും. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇത്തവണയും ദൈവത്തിനൊരു കത്തെഴുതി. പതിവ് പോലെ കൃത്യമായ മറുപടി വന്നു. അദ്ദേഹം എഴുതിയ മറുപടി ഞാനിവിടെ പകർത്തുന്നു. ലാലു, നിന്റെ കത്ത് കിട്ടി. എനിക്ക് നിങ്ങളുടെ പോലെ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് കൃത്യമായി മറുപടി എഴുതാമെന്ന് കരുതി. മരണം മുന്നിലെത്തിയ ഒരാൾ എഴുതിയ പുസ്തകം വായിച്ച് തകർന്നപ്പോഴാണ് ഇത്തവണ നിനക്ക് എഴുതാൻ തോന്നിയത്. അതിൽ തെറ്റില്ല. മരിക്കാറാവുമ്പോൾ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ മാത്രമേ നിങ്ങൾ മനുഷ്യർ മറ്റു മനുഷ്യരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആലോചിക്കാറുള്ളൂ. എനിക്കതിൽ പരാതിയില്ല. നിങ്ങളുടെ സ്വഭാവം എനിക്കല്ലേ ഏറ്റവും നന്നായി അറിയുക. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ച സമയത്തെക്കുറിച്ചാണ് ഇത്തവണ നിന്റെ ആകുലതയും പരാതിയും. അതിൽ കുറെയൊക്കെ ശരിയാണ്, അതിലുമധികം തെറ്റും. ശരാശരി 70-80 വയസ്സ് വെച്ചാണ് ഞാൻ മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കാറുള്ളത്. ചിലർ നേരത്തെ മടങ്ങാറുണ്ട്. നേരത്തെ എന്നത് ആപേക്ഷികമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പിന്നെ പറയാം. എല്ലാ മനുഷ്യർക്കും ഞാൻ 24 മണിക്കൂർ മാത്രമേ ദിവസത്തിൽ നൽകിയിട്ടുള്ളൂ. ഒരു സെക്കൻഡ് ഒരാൾക്കും അധികം നൽകിയിട്ടില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെയാണ്. ഏത് നിമിഷവും നിലയ്ക്കാവുന്ന ഒരു ഘടികാരമാണ്, അല്ലെങ്കിൽ അണയാവുന്ന തിരിനാളമാണ് താനെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്ന എത്ര പേരുണ്ട് നിനക്ക് ചുറ്റും? ജനാധിപത്യപരമായി ഞാൻ അനുവദിച്ചു തന്ന സമയം നിങ്ങൾ എത്രമാത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്? പരദൂഷണം പറയാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ, എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാൻ, മതം, ജാതി, വർഗം, വർണ്ണം, ദേശമെന്ന് സ്വയം വേർതിരിഞ്ഞ് തമ്മിൽ തല്ലാൻ, കേസുകൾ കൊടുക്കാൻ, കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ, ജയിലിൽ കിടക്കാൻ എന്ന് വേണ്ട എത്ര കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഒരു ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നത്. നമ്മൾ ആദ്യമായി കണ്ടതൊരു തീവണ്ടി കമ്പാർട്ട്മെന്റിൽ വെച്ചാണ്. ഓർമ്മയുണ്ടല്ലോ? ഞാനിപ്പോഴും തീവണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട്. ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും നിനക്ക് ഇനി അത് സാധിക്കില്ല എന്നെനിക്കറിയാം. സിനിമാ നടൻ